കാലടി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 32ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. താൽക്കാലിക വിസി സിസ തോമസിനെ ആക്രമിച്ചെന്ന കേസിൽ ജാമ്യം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ സ്വീകരണം നൽകാനാണ് SFIയുടെ നീക്കം. RSS അജണ്ട നടപ്പിലാക്കാൻ വിസി ശ്രമിക്കുമ്പോൾ UDF മൗനം പാലിക്കുന്നുവെന്നാണ് SFIയുടെ ആരോപണം. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, മന്ത്രിക്കെതിരെയും റോജി എം ജോണിനെതിരെയും വിമർശനമുണ്ട്. സമരത്തിന് നേരെ മന്ത്രി സമരത്തെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമടക്കം വിമർശനമടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിക്കുന്നത്? 32 ദിവസം കഴിഞ്ഞു. 32ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഐഷി ഘോഷൊക്കെ എത്തി പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒപ്പം ഇതിൽ UDFനെതിരെ അടക്കം ആരോപണം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് SFI. ശ്രുതി, കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ സമരം കടുപ്പിക്കാനൊരുങ്ങുകയാണ് SFI. സമരം 32ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 4 SFI നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് ഇന്നലെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി 4 പേരും പുറത്തിറങ്ങുകയും അവർക്ക് ജയിലിന് പുറത്ത് തന്നെ വലിയ തോതിൽ സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും സമരം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ കാലടി സർവകലാശാലയിൽ ഈ 4 പേർക്കും പ്രത്യേകം സ്വീകരണം ഒരുക്കാനും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ പ്രതി ചേർത്ത മറ്റ് 14 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ SFIയുടെ ദേശീയ നേതാവ് ഐഷി ഘോഷിനെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരം നടന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം എത്തിക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതേസമയം RSSന്റെ അജണ്ട നടപ്പാക്കുന്ന VC-ആയ സിസ തോമസിനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്നും പറയാത്ത കോൺഗ്രസിന്റെ നിലപാടിനെയും SFI വിമർശിക്കുന്നുണ്ട്. ഇത് SFI കൃത്യമായി തന്നെ ഈ പ്രചരണത്തിലടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ മണ്ഡലത്തിലാണ് ഈ സർവകലാശാല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടി SFI സമരം നടത്തുമ്പോൾ അതിനെ കരിവാരിത്തേക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ റോജി എം ജോൺ ശ്രമിക്കുന്നത് എന്ന വിമർശനവും SFI ഉയർത്തുന്നുണ്ട്.